പരിപ്പ് കറി വെക്കുമ്പം ഈ ഒരു രീതിയിലൊന്ന് കറി വെച്ച് നോക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് വേറൊരു കറി ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പരിപ്പ് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വഴിയരികത്തൊക്കെ നിൽക്കുന്ന ചീരത്തണ്ടൊക്കെ ചീരയൊക്കെ മുറിച്ച് നമ്മൾ എടുക്കുന്ന ടൈമിൽ ഇതുപോലെയൊക്കെയുള്ള തണ്ടുകൾ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല അല്ലേ. അപ്പോൾ ഇതുപോലുള്ള തണ്ടുകൾ ഇതുപോലെ നമ്മൾ പറിച്ചെടുത്തിട്ട് ഇതുപോലെ ആ ഒരു സൈഡിൽ കാണുന്ന ആ ഒരു നാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് ചീമ്പ് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയെടുത്തിട്ട് ഇതുപോലെ നമുക്ക് നെടുകയൊക്കെ ഒന്ന് കീറിയിട്ട് ചെറിയ ചെറിയ രീതിയിൽ കുനുകുന ആയിട്ടൊന്ന് ഒരു രീതിയിൽ കണ്ടില്ലേ, നെടുക വട്ടം കീറിയെടുത്തിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ. അപ്പം നമുക്ക് വയറിനും വളരെ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അവർക്ക് എന്തായാലും പരിപ്പ് കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു വളം പരിപ്പ് ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുക്കുക. പരിപ്പ് ഏത് പരിപ്പ് എടുത്താലും കുഴപ്പമില്ല, നമ്മൾ സാമ്പാർ പരിപ്പാണെങ്കിലും സാധാ പരിപ്പാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ നല്ല രീതിയിൽ ഇച്ചിരി നല്ല പഴുത്തൊരു തക്കാളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് സ്ക്വയർ കട്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ കുക്കറിലേക്ക് ഇത് രണ്ടും ഇടുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചീരയുടെ തണ്ടുകളെല്ലാം തന്നെ കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ ഒരു 2-3 പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളകാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പം ഒരു ചെറിയ 1-2 കഷ്ണം നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ ഒരു കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇതുപോലെ നമുക്കൊന്ന് പരിപ്പൊന്ന് വെന്ത് കിട്ടാനുള്ള രീതിയിൽ ഒരു കുറച്ച് വെള്ളം, ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഇതുപോലെ ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വേവിച്ചിട്ട് ഇതുപോലെ എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കൊട്ടിയെടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ ഇപ്പോൾ ചെറിയ രീതിയിൽ പരിപ്പുകൾ കുടയാതെ കിടക്കുന്ന പരിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉടച്ചെടുത്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇതുപോലെ നിങ്ങൾക്കത് താളിച്ചെടുക്കുന്ന ആളുകൾക്ക് അങ്ങനെ താളിക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇങ്ങനെ ഒരു 2-3 ചുവന്നുള്ളിയും അതുപോലെ ചെറിയ ജീരകവും ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പരിപ്പേറി ഉണ്ടാക്കുവാണെങ്കിൽ പരിപ്പേറി കൂട്ടിയിടുമ്പം ഗ്യാസ് സ്റ്റബിളൊക്കെ ഉള്ള ആളുകൾക്ക് ഗ്യാസ് സ്റ്റബിൾ ഒട്ടും തന്നെ കയറത്തില്ല കേട്ടോ. അപ്പം ഈ ഒരു ചീരത്തണ്ടും കൂടി ഇട്ട് വയ്ക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ദഹനം കിട്ടും കേട്ടോ. അപ്പം കുട്ടികൾക്ക് ആണെങ്കിലും പരിപ്പേറി ഒന്നും കൂട്ടില്ലാത്ത കുട്ടികൾക്കാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പരിപ്പേറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ താളിച്ചെടുക്കാനായിട്ട് കുറച്ച് കടുകും അതുപോലെ ചെറിയൊരു കഷ്ണം നമ്മൾ ചുവന്നുള്ളി, സവാള അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിന് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ഇതുപോലെ അങ്ങനെ താളിച്ചുകൊണ്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്, നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. അപ്പം ചോറിൽ ഒഴിച്ച് കഴിക്കാനായിട്ടുള്ള നല്ലൊരു ഒഴിച്ച് കറിയാണ്. അപ്പോൾ പരിപ്പ് വയ്ക്കുന്ന ടൈമിൽ ഇതുപോലൊക്കെ എവിടെയെങ്കിലൊക്കെ ചീരയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കറിയൊക്കെ വെച്ച് നോക്കി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ ഇതുപോലെ വയ്ക്കുന്ന അമ്മമാർ, പണ്ട് കാലത്തൊക്കെ ഉള്ള അമ്മമാർ ഇതുപോലെ വയ്ക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം ഇപ്പോഴുള്ള കാലത്തൊക്കെ ഉള്ള കുട്ടികളൊക്കെ ചീരത്തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെട്ടി കളയാറാണ് പതിവ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ. ഫോളോ ചെയ്തപ്പെടുന്ന ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ. ബൈ.